السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم على نبينا محمد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وأنفعنا ما علمتنا وزدنا علما. ഏറ്റവും പ്രിയ നിറഞ്ഞ ശ്രോതാക്കളെ, പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖിനാലും അനുഗ്രഹത്താലും അറബി ഭാഷാ പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ദുറൂസു അൽ-ലുഗത്തിൽ അറബിയ്യ ലിഗൈരി നാതിഖീന ബിഹ എന്ന ടെക്സ്റ്റിലെ 5-ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ആദ്യമായി നമുക്കതൊന്ന് വായിച്ചു നോക്കാം. പിന്നീട് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ അതിൻ്റെ ഓരോ ഭാഗങ്ങളായി നമുക്ക് വിശദീകരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദർസുൽ ഖാമിസ്. സഈദുൻ അകിതാബു മുഹമ്മദിൻ ഹാദാ യാ യാസിറു. യാസിറുൻ ല ഹാദാ കിതാബു ഹാമിദിൻ. സഈദുൻ ഐന കിതാബു മുഹമ്മദിൻ. യാസിർ ഹുവ അലൽ മക്തബി ഹുനാക. സഈദുൻ ഐന ദഫ്തറു അമ്മാരിൻ. യാസിർ ഹുവ അല മക്തബിൽ മുദർരിസി. സഈദ് ഖലമു മൻ ഹാദാ യാ അലിയു. അലിയുൻ ഹാദാ ഖലമുൽ മുദർരിസി. സഈദുൻ ഐന ഹഖീബത്തുൽ മുദർരിസി. അലിയുൻ ഹിയ തഹ്തൽ മക്തബി. ഇങ്ങനെയാണ് നമുക്കിത് വായിക്കാൻ, ഇങ്ങനെയാണ് നമ്മളിത് വായിക്കുക. നിങ്ങൾ എൻ്റെ കൂടെ വായിച്ചിട്ടുണ്ടാകും. ഒന്നും കൂടെ അത് മനസ്സിരുത്തി വായിക്കുക. ഇനി നമുക്കിതിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്കെന്ത് ചെയ്യാം, ഓരോന്നായി എടുത്ത് നമുക്ക് വിശദീകരിക്കാം. അറബി ഭാഷയുടെ ഒരു പുതിയ മേഖലയിലേക്കാണ്, എന്ന് പറഞ്ഞാൽ അതിൻ്റെ പഠനത്തിൻ്റെ ഒരു പുതിയ ഭാഗത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രവേശിക്കുന്നത്. ഈ ടെക്സ്റ്റിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ നമുക്കറിയാം, ഓരോ ചാപ്റ്ററുകളും കഴിയുമ്പോൾ വാക്കുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സെൻറ്റൻസുകളാക്കി മാറ്റുവാനും സംസാരിക്കുവാനുമൊക്കെ നമ്മെ സഹായിക്കുന്ന ഒരു രീതിയിലാണ് ഡോക്ടർ അബ്ദുറഹീം റഹിമഹുല്ല ഈ പുസ്തകത്തെ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. നോക്കാം നമുക്ക്. സഈദുൻ, സഈദ് സംസാരിക്കുകയാണ് ഇവിടെ. ആരോടാണ് സംസാരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നു, യാസിറിനോടാണ്. അപ്പോൾ ഒരു സംസാര രീതി ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ ആ സംസാരത്തിൽ എങ്ങനെയാണ് ഭാഷ പ്രയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആദ്യം അതിൽ വന്ന വാക്ക് നോക്കൂ നിങ്ങൾ. അ അല്ലേ? ആ എന്നുള്ളത് 1-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അ കിതാബു മുഹമ്മദിൻ ഹാദാ യാ യാസിറു. ആ കിതാബ് മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ കിതാബാണോ ഇത്? യാ യാസിർ, അല്ലയോ യാസിറെ, അല്ലെങ്കിൽ ഓ യാസിർ, ഇത് മുഹമ്മദിൻ്റെ കിതാബാണോ? ഇതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു വാക്ക് അല്ലേ, ആ ആ എന്ന് പറഞ്ഞാൽ ആണോ, ആണോ, കിതാബ് കിതാബാണോ. അപ്പോൾ ആക്ക് ശേഷം നമ്മൾ കലമു വെക്കുകയാണെങ്കിൽ ആ കലമു പേനയാണോ, ആ കലമുൻ പേനയാണോ. വീടാണ് വെക്കുന്നതെങ്കിൽ ആ ബൈത്തുൻ വീടാണോ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്.
ആ ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരി, അപ്പോൾ ആണോ എന്ന് നമ്മൾ അറബിയിൽ എങ്ങനെയാണ് പറയുക എന്നുള്ളത് ഈ ഒരു പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഇനി നോക്കൂ നിങ്ങൾ, മുഹമ്മദിൻ, അവിടെ ആ മുഹമ്മദിൻ എന്നതിന് എന്ത് ചെയ്തു? കെസറാണ് കൊടുത്തത്, ജറാണ്. ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ജറ്, നസ്ബ്, റഫ് ഒക്കെ. അപ്പോൾ അതിന് ജറാണ്, അഥവാ കെസറ് കൊടുത്തിട്ടുണ്ട്. കെസറു തൻവീൻ അവിടെ വന്നിട്ടുണ്ട്. അവിടെ ആ മുഹമ്മദിൻ എന്ന് കെസറ് കൊടുത്തപ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെ വന്നു? മുഹമ്മദിൻ്റെ. മുഹമ്മദിൻ്റെ കിതാബിലേക്ക് ചേർത്ത് മുഹമ്മദിൻ്റെ കിതാബ്. അപ്പോൾ ആ കിതാബ് മുഹമ്മദിൻ്റെ കിതാബാണോ? ഹാദ, ഇത്. അപ്പോൾ ഇത് മുഹമ്മദിൻ്റെ കിതാബാണോ? യാ യാസിറു, യാസിറേ. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഒരാളുടെ ഒരു വസ്തു എന്ന് അറബിയിൽ നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന ഒരു ശൈലി, ഒരു രീതിയാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത്? വ്യക്തമാകുന്നത്. മുഹമ്മദിൻ്റെ വീട് എന്നെങ്ങനെയായിരിക്കും അപ്പോൾ പറയാം? ഇവിടെ നമ്മൾ മുഹമ്മദിൻ്റെ പുസ്തകം എന്ന് കിതാബ് മുഹമ്മദിൻ എന്നതിൽ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മുഹമ്മദിൻ്റെ വീട് എന്നെങ്ങനെയായിരിക്കും പറയുക? ബൈത്തു മുഹമ്മദിൻ, അല്ലേ? ബൈത്തു മുഹമ്മദിൻ. അവിടെ മുഹമ്മദിൻ എന്ന് എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അർത്ഥം വന്നത് ഈ മുഹമ്മദിൻ ദാലിന് കെസറ് കൊടുത്തപ്പോൾ, കെസറു തൻവീന് കൊടുത്തപ്പോൾ അവിടെ എന്ത് വന്നു? മുഹമ്മദിൻ്റെ വീട് എന്നർത്ഥം വന്നു. അതുപോലെ തന്നെ മുഹമ്മദിൻ്റെ പേന എന്നെങ്ങനെയായിരിക്കും പറയുക? ഖലമു എന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുഹമ്മദിൻ, ഖലമു മുഹമ്മദിൻ. ഇവിടെ വന്ന പ്രയോഗം പേര് മുഹമ്മദായി. നമുക്കത് വേറെന്ത് ചെയ്യാം? മാറ്റാം. ഖലമു സലീമിൻ, ഖലമു സലീമിൻ, ഖലമു നാസിരിൻ ഉപയോഗിക്കാം. ഖലമു സ്വദീഖിൻ. അപ്പം ഇങ്ങനെ കസുർ തൻവീന് കൊടുത്തുകൊണ്ട് നമ്മളതിലേക്ക് ചേർത്തപ്പോൾ അവിടെ അർത്ഥം വന്നത് മുഹമ്മദിൻ്റെ കിതാബ്. നേരത്തെ നമ്മൾ പഠിച്ച ആ ഉപയോഗിച്ചു, അല്ലേ? ആ ഉപയോഗപ്പെടുത്തി വന്നപ്പോഴോ മുഹമ്മദിൻ്റെ പുസ്തകമാണോ ഇത്? യാ യാസിറു, ഓ യാസിറേ. ഇതാണ് ഈ ഒരു വാക്കിൽ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടുതലായി വിശദീകരിക്കേണ്ടി വരില്ല, കാരണം ഇതേ പ്രയോഗം തന്നെയാണ് തുടർന്നുള്ള ഓരോ ഭാഗങ്ങളിലും വരുന്നത്. ശരി, യാസിർ. ഉത്തരം പറയുന്നത് നോക്കൂ. യാസിർ. അതിന് മറുപടി പറയാണ് ലാ, അല്ല. എന്നിട്ടൊരു കോമ കൊടുത്തു, അല്ലേ? അവിടെ ഒരു കോമ കൊടുത്തു, ലാ, അല്ല. എന്നിട്ട് കോമ ഇട്ടതിന് ശേഷം പറയാണ് ഹാദാ കിതാബു ഹാമിദിൻ. ഹാദാ കിതാബു, ഇത് കിതാബു ഹാമിദിൻ, ഹാമിദിൻ്റെ പുസ്തകമാണിത്, ഹാമിദിൻ്റെ പുസ്തകമാണിത്. സയ്യിദ് വീണ്ടും എന്ത് ചെയ്യുന്നു? ചോദിക്കുകയാണ്. സയ്യിദ് ചോദിക്കുന്ന ചോദ്യം നോക്കൂ. ഐന കിതാബു മുഹമ്മദിൻ, ഐന കിതാബു മുഹമ്മദിൻ. മുഹമ്മദിൻ്റെ പുസ്തകം എവിടെയാണ്? മുഹമ്മദിൻ്റെ പുസ്തകം എവിടെയാണ്? മറുപടി പറയുന്നത് എന്താണ്? യാസിർ മറുപടി പറയുന്നു ഹുവ അലൽ മക്തബി ഹുനാക്ക. ഹുവ, അത്. ഹുവ, അത്. സാധാരണ നമ്മൾ ഹുവ എന്നുള്ളത് അവൻ എന്നതിന് ഉപയോഗിക്കാറുണ്ട്. ഹുവ എന്നുള്ളതിന് അത് എന്നും അതിന് എന്നുള്ള പ്രയോഗവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇറ്റ് ഈസ്, അല്ലേ? ഹുവ, അത്. അലൽ മക്തബി, ടേബിളിന്മേലാണ്. ഓൺ ദി ടേബിൾ എന്നാണ്. അലൽ മക്തബി ഹുനാക്ക. അപ്പോൾ ഹുവ അലൽ മക്തബി ഹുനാക്ക. ഹുവ, അത്. അലൽ മക്തബി, അല. ഈ അല വന്നതുകൊണ്ട് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു ജറിൻ്റെ ഹർഫാണത്. അല വന്നതുകൊണ്ടാണ് ഇവിടെ മക്തബി എന്ന് വായിച്ചത്. അപ്പോൾ ഹുവ അലൽ മക്തബി, ടേബിളിന്മേലാണത്. ഹുനാക്ക, അവിടെ. ഹുനാക്ക എന്ന് പറഞ്ഞാൽ അവിടെ. അപ്പോൾ ടേബിളിന്മേലാണ് അത്. ഹുനാക്ക, അവിടെ. അപ്പം നമ്മൾ നേരത്തെ നമ്മുടെ ശൈലിയിൽ എന്ത് പറയും? അതവിടെ ടേബിളിന്മേലുണ്ട് എന്നതാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. അതവിടെ ടേബിളിന്മേൽ ഉണ്ട്. ശരി, സയ്യിദ്. ഐന ദഫ്തറു അമ്മാരിൻ. അടുത്ത ചോദ്യം, ഐന ദഫ്തറു അമ്മാരിൻ. അമ്മാറിൻ്റെ ദഫ്തർ എവിടെയാണ്?
ദഫ്തർ യാനി മാ മാന ദഫ്തർ. ദഫ്തർ എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്കാണ്. നോട്ട്ബുക്ക് എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ദഫ്തർ ഒരു പുതിയ ഒരു വാക്ക്. ദഫ്തർ എന്നതിൻ്റെ അർത്ഥം എന്താണ്? നോട്ട്ബുക്ക്. ഐന ദഫ്തറു അമ്മാരിൻ. കണ്ടോ, അമ്മാരിൻ, അമ്മാറിൻ്റെ നോട്ട്ബുക്ക് എവിടെയാണ്? അമ്മാറിൻ്റെ നോട്ട്ബുക്ക് എവിടെയാണ്? ദഫ്തർ എവിടെയാണ്? യാസിർ, യാസിർ മറുപടി പറയാണ്, ഹുവ അല മക്തബിൽ മുദർരിസി. കേട്ടോ, ഹുവ അല മക്തബിൽ മുദർരിസി. മുകളിൽ ഹുവ അലൽ മക്തബി എന്നായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണത്? ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് നോക്കൂ നിങ്ങൾ. ഇവിടെ അലൽ മക്തബി അലിഫ്ലാം വന്നിട്ടുണ്ട്. എന്നാൽ അതേ സമയത്തോ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? ആ ഒരു അലിഫും ലാമും വന്നിട്ടില്ല. അപ്പോൾ എന്താണ് അവിടെ? ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് എന്ത് ചെയ്യുന്നത്, നൽകുന്ന മെസ്സേജ്. നമുക്കത് വിശദീകരിക്കാം, വഴിയെ നമുക്ക് ആ കാര്യങ്ങൾ പറയാം. അപ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഹുവ അല മക്തബിൽ മുദർരിസി. മുദർരിസിൻ്റെ ടേബിളിന്മേലാണ് അത്. ഹുവ അല മക്തബിൽ മുദർരിസി. മുദർരിസിൻ്റെ ടേബിളിന്മേലാണ് അത്. ശരി, ഇവിടെയും ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. നോക്കൂ നിങ്ങൾ, മുദർരിസിൻ്റെ എന്നാണ് ഇവിടെ പറഞ്ഞത്. അമ്മാർ എന്ന് പറഞ്ഞപ്പോൾ അതിന് എന്ത് കൊടുത്തിട്ടുണ്ട്? അമ്മാർ, രണ്ട് അല്ലേ, കെസർ കൊടുത്തു. അമ്മാരിൻ എന്ന് കൊടുത്തു. എന്നാൽ മുദർരിസ് എന്ന് പറഞ്ഞാലോ അലിഫ്ലാം ചേർത്തുകൊണ്ട് എന്ത് ചെയ്തു? മുദർരിസ് വന്നു. അപ്പോൾ അൽ മുദർരിസി എന്നാണ് കൊടുത്തത്. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്? ഈ അലിഫ്ലാം എന്നത് വന്ന് അലിഫ്ലാം വാക്കുകളുടെ നൗണിൻ്റെ കൂടെ ചേർന്ന് വരുമ്പോൾ ഏതുപോലെ മുദർരിസിലേക്ക് അലിഫ്ലാം വന്ന് ചേർന്നപ്പോൾ അതിൻ്റെ തൻവീന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് എന്ത് ചെയ്യില്ല? അൽ മുദർരിസ് അൽ വന്ന് കഴിഞ്ഞാൽ പിന്നീട് അൽ മുദർരിസിൻ എന്ന് പറയില്ല, അൽ മുദർരിസിൻ എന്ന് പറയില്ല, അൽ മുദർരിസി എന്നേ പറയുള്ളൂ, അൽ മുദർരിസി എന്നേ പറയുള്ളൂ. ഞാനൊന്നും കൂടെ പറയാം, ആ കാര്യം ഒന്നും കൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ സിമ്പിളാണത്, അതൊന്നും കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഭാഷയിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. തൻവീനിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഒന്നും കൂടെ ഞാൻ പറയാം. ഹാമിദ്, ഹാമിദ് എന്നതിന് എന്ത് ചെയ്തു? ഹാമിദിൻ എന്ന് കൊടുക്കാം. രണ്ട് കസർ അഥവാ ദാലിന് രണ്ട് കസർ, ഹാമിദിൻ കസറു തൻവീന് കൊടുക്കാം. എന്നാൽ അതേ സമയത്ത് മുദർരിസ് എന്നുള്ള വാക്ക് നമുക്കെടുക്കാം. മുദർരിസ്, മുദർരിസ് എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് കസർ കൊടുക്കാം, കസറു തൻവീൻ നമുക്ക് കൊടുക്കാം. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മുദർരിസിലേക്ക് അൽ എന്ന് ചേർന്ന് വന്നാലോ, അൽ മുദർരിസ് എന്ന് വന്നു കഴിഞ്ഞാൽ ഈ അലിഫ്ലാം വന്നത് കാരണത്താൽ, ഈ അലിഫ്ലാം ഇതിലേക്ക് ചേർന്ന് വന്നു എന്ന കാരണത്താൽ ഇതിൻ്റെ തൻവീന് നഷ്ടപ്പെടും. ഇതിന് പിന്നെന്ത് ചെയ്യാൻ പാടില്ല? ഇവിടെ ഒറ്റ കസറേ കൊടുക്കാൻ പാടുള്ളൂ. അതേ സമയത്ത് ആരെങ്കിലും ഇവിടെ രണ്ട് കസർ കൊടുത്താലോ ആ പ്രയോഗം തെറ്റാണ്. ഇതും കൂടെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പോകാം. ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം? അത് ശ്രദ്ധിക്കാം. സഈദ്, ഐന ദഫ്തറു അമ്മാരിൻ. അമ്മാറിൻ്റെ ദഫ്തർ എവിടെയാണ്? യാസിർ, ഹുവ അല മക്തബിൽ മുദർരിസി. ഹുവ അല മക്തബിൽ മുദർരിസി. മുദർരിസിൻ്റെ ടേബിളിന്മേലാണ് അത്. സഈദ്, കലമു മൻ ഹാദായ അലിയു. പുതിയൊരു പ്രയോഗം. കലമു മൻ ഹാദായ അലിയു. ഇതാരുടെ പേനയാണ്? അലി. കലമു മൻ ഹാദ. കലമു മൻ ആരുടെ പേനയാണ്? ഹാദ ഇത്. യാ അലിയു അലിയെ ഇതാരുടെ പേനയാണ്? അലിയുൻ മറുപടി പറയുന്നു അലി. അലി എന്താണ് മറുപടി പറയുന്നത്? ഹാദ
ഖലമുൽ മുദർരിസി, ഹാദ ഖലമുൽ മുദർരിസി. അലി മറുപടി പറയുന്നു, ഇത് മുദർരിസിൻ്റെ പേനയാണ്, ഇത് മുദർരിസിൻ്റെ പേനയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു രണ്ട് ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതിലടങ്ങിയത്, ആരുടേത്, പേന ആരുടേതാണ്, വീട് ആരുടേതാണ്, പുസ്തകം ആരുടേതാണ്, കുട്ടി ആരുടേതാണ് എന്നിങ്ങനെ നമ്മളെങ്ങനെ ചോദിക്കുക. അപ്പോൾ എന്താണോ ആരുടേത് എന്ന് നമ്മൾ ചോദിക്കുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം പറയും അല്ലേ. അപ്പോൾ കിതാബ്, കിതാബാണ് ആരുടേതെന്ന് ചോദിക്കണമെങ്കിൽ കിതാബു മൻ, ആരുടെ കിതാബാണ്, കിതാബു മൻ ഹാദ, ഇതാരുടെ കിതാബാണ്. ഇതാരുടെ വീടാണെന്നാണെങ്കിലോ ബൈത്തുമൻ ഹാദ, ഇതാരുടെ കുട്ടിയാണെന്നാണെങ്കിലോ വലതുമൻ ഹാദ. ഇങ്ങനെയാണ്. അപ്പോൾ ആരുടേത് എന്ന് നമുക്ക് പറയാൻ എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ശൈലിയിൽ ഈ ഒരു സെൻറ്റൻസിൽ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞു. ശരി, ഒന്ന്, കലമുമൻ ഹാദ യാ അലിയു, അലിയെ ഇതാരുടെ പേനയാണ്. അപ്പോൾ അലി മറുപടി പറയാണ്, ഹാദ ഖലമുൽ മുദർരിസി, ഹാദ ഖലമുൽ മുദർരിസി, ഇത് അധ്യാപകൻ്റെ പേനയാണ്. സഈദ്, ഐന ഹഖീബത്തുൽ മുദർരിസി, ഐന ഹഖീബത്തുൽ മുദർരിസി, എവിടെയാണ് അല്ലേ, ഹഖീബത്തുൽ മുദർരിസി, അധ്യാപകൻ്റെ ബാഗ് എവിടെയാണ്. ഐന ഹഖീബത്തുൽ മുദർരിസി, അധ്യാപകൻ്റെ ബാഗ് എവിടെയാണ്. അലി, ഹിയ തഹ്തൽ മക്തബി, ഹിയ തഹ്തൽ മക്തബി, അത് എവിടെയുണ്ട്, അത് ടേബിളിൻ്റെ താഴെയുണ്ട്. അപ്പോൾ ഐന ഹഖീബത്തുൽ മുദർരിസി, അധ്യാപകൻ്റെ ബാഗ് എവിടെയാണ്. അലിയുൻ, അലി മറുപടി പറയുന്നു, ഹിയ തഹ്തൽ മക്തബി, അത് ടേബിളിൻ്റെ താഴെയാണ്. ഹിയ, അപ്പോൾ എന്തുകൊണ്ടാണ് നേരത്തെ ഹുവ വന്നു, ഇവിടെ ഹിയ വരാൻ കാരണം എന്താണ്, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹഖീബത്ത്, ഹഖീബത്ത് എന്നുള്ളത് എന്താണ്, അത് മുഅന്നസാണ്. മുഅന്നസ് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗമാണ്, സ്ത്രീ വിഭാഗത്തെ അറിയിക്കുന്നതാണ് ഹഖീബത്ത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏതിലേക്ക് ചേരുകയുള്ളൂ, ഹിയയിലേക്ക് അത് ചേരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐന ഹഖീബത്തുൽ മുദർരിസി, മുദർരിസിൻ്റെ ബാഗ് എവിടെയാണ്. അലി, അലി മറുപടി പറയാണ്, ഹിയ തഹ്തൽ മക്തബി, അത് ടേബിളിൻ്റെ താഴെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓരോ സെൻറ്റൻസുകളിലും നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള അതിപ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഒരാളുടെ ഒരു വസ്തു എന്ന് നമുക്ക് എങ്ങനെയാണ് അറബിയിൽ പറയാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വീട്, മുഹമ്മദിൻ്റെ വീട്, മുഹമ്മദിൻ്റെ പുസ്തകം എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ എങ്ങനെയാണ് ഭാഷയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതെങ്ങനെ നമുക്ക് എഴുതാം, നമുക്കെങ്ങനെ അത് വായിക്കാം എന്നുള്ളതാണ്. ആരുടേത് എന്നുള്ളത് എങ്ങനെ നമുക്ക് പറയാം, ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് ഈ കാര്യം ഒന്നും കൂടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാൻ തീർച്ചയായും തംരീനുകൾ സഹായിക്കും. ആ തംരീനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പഠനം നമുക്ക് കൂടുതൽ എളുപ്പമാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.